ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുവാൻ ദൈവം നൽകുന്ന ഓരോ അവസരവും ഭംഗിയായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം. ദൈവിക വചനങ്ങൾ ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് എന്ന് മറന്നു പോകരുത്. ഇന്ന് നിങ്ങളെ ഈ വചന ശുശ്രൂഷയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആധുനിക മനുഷ്യൻ പലപ്പോഴും പ്രാധാന്യം നൽകുന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്കൊരു പക്ഷെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നുള്ള ചോദ്യമാകാം. എന്താണ് ആധുനികമായ മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ചിലർക്ക് പണമാകാം, എങ്ങനെയും പണം സമ്പാദിക്കുക എന്നുള്ളതാകാം. മറ്റു ചിലർക്ക് പദവികളാകാം. ചിലപ്പോൾ കാണാറല്ലേ, പദവികൾക്ക് വേണ്ടി എന്ത് വിലയും ചെയ്യുവാൻ മടിയില്ലാത്തൊരു സമൂഹം, സ്ഥാനമാനങ്ങൾ കിട്ടുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ചിലർ. അപ്പോൾ നമ്മുടെയൊക്കെ ഇതിലൂടെയും പ്രവർത്തിക്കുന്നതാണ്. ഓരോ രീതിയിലാണ് ഓരോ മനുഷ്യനും അവൻ്റെ പ്രാധാന്യം, അവൻ്റെ ശ്രദ്ധ, അവൻ്റെ പ്രാധാന്യം അവൻ നൽകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിന് പ്രാധാന്യം നൽകുന്നതോ എന്നുള്ളതാണ് നമ്മളെ നയിക്കുന്ന വസ്തുത. അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും പ്രാധാന്യം എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെ മനസ്സിൽ നമ്മുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെന്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം? അവിടെയാണ് കർത്താവ് പറയുന്നത്, നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ മുഖത്ത് വരുന്നത്, നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ആശയങ്ങളും ചിന്തകളുമാണ് നമ്മുടെ വായിൽ കൂടി, എക്സ്പ്രഷനിൽ കൂടി പുറത്തു വരുന്നത്. അതുകൊണ്ട് എൻ്റെ ചിന്ത എന്താകണം എന്നുള്ളത് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാമല്ലോ, ഇന്ന് കാണുന്ന ഒരു വലിയ പ്രവണതയുണ്ട്, പണം നേടുവാൻ വേണ്ടിയുള്ള ഒരാഗ്രഹം. അപ്പോൾ ഈ ധനമോഹം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനിലും ഉള്ളതാണ്. പണമില്ലാതെ ജീവിക്കുവാൻ കഴിയുമോ? ഇന്ന് സമൂഹത്തിൽ കഴിയില്ല. അപ്പോൾ പണം വേണം, അത് ആവശ്യത്തിന് വേണം. അതെങ്ങനെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ, ചാരിറ്റി ആണെങ്കിലും മതപരമായ ആശയങ്ങൾ കൂടിയാണെങ്കിലും പണമുണ്ടാക്കുവാൻ കഴിയും. പക്ഷെങ്കിൽ ഈ പണം എങ്ങനെ നിലനിൽക്കും എന്നുള്ളത് നമ്മൾ ഓർക്കാറില്ല. അപ്പോൾ പണമോഹം, പണത്തെക്കുറിച്ചുള്ള ചിന്ത തെറ്റാണ് എന്ന് ബൈബിൾ പറയുന്നില്ല. പണം തെറ്റാണെന്നും പണം സമ്പാദിക്കുന്നത് തെറ്റാണെന്നും ബൈബിളിൽ കാണുന്നില്ല. യേശു വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷെങ്കിൽ പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളൊക്കെ MBA ഒക്കെ പഠിക്കാൻ പോകാറുണ്ട്. എന്താ MBA എന്ന് പറയുന്നത്? മാനേജ്മെൻറ്റ്. എങ്ങനെ മാനേജ് ചെയ്യണം, ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, പണം എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു വ്യവസായത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള മാനേജ്മെൻറ്റാണ് നമ്മൾ MBA എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ ഇന്ന് പഠിക്കുന്നത്. എന്തിനാണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? വളരെ പ്രാധാന്യമുള്ളതാണ്. പണം എങ്ങനെ മാനേജ് ചെയ്യണം, അവിടെയാണ് ജീവിതം എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പഠിക്കേണ്ടത്. ജീവിതത്തെ മാനേജ് ചെയ്യുവാൻ നമുക്ക് കഴിയണം. ജീവിതത്തെ മാനേജ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുവാൻ കഴിയുന്നത്. ഞാൻ പറയുവാനുള്ള കാരണം അതുകൊണ്ട് പണം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് വേണ്ടി കണ്ടെത്തുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. പണത്തിൻ്റെ വിനിയോഗം ഞാൻ ഉറപ്പിച്ചതുപോലെ തന്നെ തെറ്റാണ് എന്ന് ബൈബിളിൽ കാണുന്നില്ല. പക്ഷെങ്കിൽ യേശുവിന് അതിനെക്കുറിച്ച് വ്യക്തമായ ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വചനം നമ്മളോട് പറയുന്നുണ്ട്. ഈ വേദഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നൊരു വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 11-ാം വാക്യം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 11-ാം വാക്യം ബൈബിളിലെ ശ്രദ്ധേയമായൊരു വാക്യമാണ്. അതിങ്ങനെയാണ്: നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും. നിങ്ങൾ അനീതിയുള്ള മാമോൻ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും. കർത്താവ് ഇവിടെ അനീതിയുള്ള മാമോൻ എന്ന് പണത്തിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ മുന്നിൽ പറഞ്ഞ ഒരു കോണ്ടസ്റ്റിലാണ് കർത്താവ് ഇത് പറയുന്നത്. എന്താണ് കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്? ഒരു യജമാനൻ തൻ്റെ കാര്യവിചാരത്തിൽ മനുഷ്യനെ തിരിച്ചു വിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യജമാനൻ, ആ വേദഭാഗം മുമ്പ് പറയുന്ന കഥ ഇങ്ങനെയാണ്: യജമാനൻ കാര്യവിചാരത്തിൽപ്പെട്ടൊരു മനുഷ്യനെ അവിടെ ജോലി ചെയ്യുന്ന ഒരാളെ പിരിച്ചുവിടും. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ എത്രയോ നാളും വിശ്വസ്തയോടുകൂടി ഞാൻ എൻ്റെ യജമാനെ സേവിച്ചു. പക്ഷെങ്കിൽ
എൻ്റെ പ്രയാസഘട്ടം ഉണ്ടായപ്പോൾ എന്നെ പിരിച്ചു വിടുന്നു. പക്ഷെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും. അവിടെ പറയുന്നത് അങ്ങനെയാണ്, മനുഷ്യൻ ചിലരോടൊക്കെ കടം വാങ്ങുക പറഞ്ഞു. ഒരാളെ വിളിച്ച് ചോദിച്ചു, നീ എന്താണ് അവന് വാങ്ങിയിരിക്കുന്നത്? ഞാൻ 100 കുടം എണ്ണ അവന് കടം വാങ്ങുക. അവൻ പറയുന്നത് തിരിച്ചു പറയുന്നു, അത് തിരുത്തി 50 എന്ന് ആക്കുക. അപ്പോൾ പറയും 100 കുടം എണ്ണ എന്നുള്ളത് 50 ആക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് 100 പറ ഗോതമ്പെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് അത് എഴുതി 80 എന്നാക്കുക. എന്താ അവൻ ചെയ്തത്? കർത്താവ് പറയുന്നത്, അവൻ നല്ല കാര്യവിചാരകനായതുകൊണ്ട് അവൻ തന്നെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചിട്ട് പറയുകയാണ്, അവൻ അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതനെ സൃഷ്ടിച്ചു. അനീതിയുള്ള മാമോൻ എന്നാ? ധനത്തിൻ്റെ ശരിയായ വിനിയോഗത്തിൽ കൂടി അവന് സ്നേഹിതരെ നേടിയെടുക്കുവാൻ അവന് കഴിഞ്ഞു. അങ്ങനെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഈ പണത്തിൻ്റെ വിനിയോഗം എന്നുള്ളത്, അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആ വേദഭാഗം പറഞ്ഞിട്ടാണ് കർത്താവ് താഴേക്ക് വരുമ്പോൾ ഈ ചിന്ത നമ്മുടെ മുമ്പാകെ വെക്കുന്നത്. പണം ദൈവത്തിൻ്റെ ദാനമാണ്, ധനം ദൈവത്തിൻ്റെ ദാനമാകുന്നു. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്, പഴയ നിയമത്തിലെ എല്ലാ ആശയങ്ങളുടെ അടിസ്ഥാനം ഇന്ന് നാം കാണുന്ന പണം അല്ലെങ്കിൽ ധനം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അന്നത്തെ പണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 2-ാം ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം ധനവാനായിരുന്നു, അവൻ ധനവനായിരുന്നു. ആടുമാടുകളും അതുപോലെയുള്ള കന്നുകാലി കൂട്ടങ്ങളുമായിരുന്നു അന്നത്തെ ധനം എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധനവാൻ എന്ന് പറയുന്നത് എത്രമാത്രം ആടുകളും എത്രമാത്രം മൃഗസമ്പത്തുകളും ഉണ്ട് എന്നുള്ളതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അബ്രഹാം ഒരു ധനവാനായിരുന്നു. പക്ഷെങ്കിൽ അബ്രഹാമിനെ കുറിച്ച് പറയുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹിതനെന്നാണ്. അബ്രഹാം എത്രമാത്രം ധനവാനായിരുന്നു എങ്കിൽ പോലും അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എന്നുള്ളതാണ്. ഇനി യോബിൻ്റെ കാര്യത്തിലേക്ക് നോക്കൂ. യോബിൻ്റെ പുസ്തകം അടിച്ചു നോക്കുമ്പോൾ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ടല്ലോ. യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 6 മുതൽ 20 വരെ അവൻ്റെ എന്തെല്ലാം ധനമാനങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തമായി പറയുന്നുണ്ട്. അവർ എത്രമാത്രം ആടുകൾ, എത്രമാത്രം മൃഗസമ്പത്തുകൾ, എത്രമാത്രം ഒട്ടകങ്ങൾ, അങ്ങനെയുള്ള മൃഗസമ്പത്ത് വളരെയധികം ഉണ്ടായിരുന്ന ഒരാളാണ് യോബ്. പക്ഷേ യോബിനെ കുറിച്ച് പറഞ്ഞ എന്നാ? ദൈവത്തെ ഇതുപോലെ അറിഞ്ഞൊരു മനുഷ്യനില്ല, ദൈവത്തെ ഇതുപോലെ അറിഞ്ഞൊരു മനുഷ്യനില്ല എന്ന് ദൈവം തന്നെ സാക്ഷിക്കുന്നുണ്ട്. കാരണം എന്നാ? അവൻ്റെ പണമൊന്നും അവൻ്റെ ധനമൊന്നും ദൈവത്തെ അറിയുവാൻ അവന് തടസ്സമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം ഒരിക്കലും പണം സമ്പാദിക്കുന്നതോ നേടുന്നതോ തെറ്റാണ് എന്ന് പറയുന്നത്. പക്ഷേ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുറച്ച് പണം കൈ കിട്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അത്യാവശ്യങ്ങളൊക്കെ നേടാതെ എന്തുമാത്രം നമുക്ക് എത്ര താല്പര്യമുള്ളൂ അതൊക്കെ വാങ്ങിക്കൂട്ടും. പക്ഷെ അതല്ല മാനേജ്മെൻ്റ് അല്ല. പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനം. അതുകൊണ്ട് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റുള്ളവർക്ക് നൽകുവാനായി ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്താണ് പണം. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്താണ് പണം. അല്ലെങ്കിൽ അങ്ങനെ വിനിയോഗിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയാണ് ധനവാൻ. ഞാനിതൊക്കെ പറയാനുള്ള കാരണം, ധനം എന്ന് പറയുന്നത് തെറ്റായ ഒരു വസ്തുതയല്ല. പക്ഷെങ്കിൽ അതെങ്ങനെ നേടുന്നുവെന്നും എങ്ങനെ വിനിയോഗിക്കുന്നുവെന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. തെറ്റായ മാർഗത്തിൽ പണം നമ്മൾ നേടുന്നുവെങ്കിൽ അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയില്ല. എത്രയോ ഉദാഹരണങ്ങൾ മുന്നിലുണ്ട്. തെറ്റായ മാർഗത്തിൽ ധനസമ്പാദനം നേടുന്നുവെങ്കിൽ അത് നമുക്ക് ശരിയായി അനുഭവിക്കുവാൻ കഴിയില്ല. അതൊരു ദൈവത്തിൻ്റെ വഴിയാണ്. എന്നാൽ ഈ പണം ശരിയായ രീതിയിൽ നേടുന്നുവെങ്കിൽ പോലും നമുക്കതിൻ്റെ പണത്തെക്കുറിച്ച് ആശയം അറിയണം. ഈ പണമെന്ന് പറയുന്നത് സമൂഹത്തിൽ നമുക്കറിയാമല്ലോ, ധനസ്വത്ത് ശാസ്ത്രപരമായി പഠിക്കുമ്പോൾ പണമെന്ന് പറയുന്നത് ക്രയവിക്രയത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ ക്രയവിക്രയത്തിൻ്റെ അടിസ്ഥാനമായ പണം എന്ന് പറയുന്ന ആശയം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ശാന്തമായി ചിന്തിക്കേണ്ടതാണ്. ദൈവത്തിനാണോ പണത്തിനാണോ പ്രാധാന്യം? അവിടെയാണ് ദൈവം പറയുന്നത്, ക്രിസ്തു പറയുന്നത്, ദൈവത്തെയും മാമോനെയും നിങ്ങൾക്ക് ഒരുപോലെ സേവിക്കുവാൻ കഴിയില്ല. ഒന്നിനെ വെറുക്കണം, വലുതിനെ സ്നേഹിക്കണം. ഒന്നുകിൽ പണത്തെ സ്നേഹിക്കണം, ദൈവത്തെ വെറുക്കണം. ഒന്നുകിൽ ദൈവത്തെ സ്നേഹിക്കണം, പണത്തെ വെറുക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകുവാൻ കഴിയില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ധനം എന്തുകൊണ്ട് ദൈവം അനീതിയുള്ള മാമോൻ എന്ന് വിളിക്കുവാനുള്ള സാഹചര്യം എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഈ പണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചില കുറവുകൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പറയുവാൻ കാരണം, ഇതൊരു പൊതുസത്ത ശാസ്ത്രമായി, ഒരു പൊതുവായ ചിന്തയായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് പണത്തിൻ്റെ പിന്നിൽ ചില അപകടങ്ങളുണ്ട് എന്നുള്ളത് മറന്നുപോയി. ഞാൻ ഓർപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്.
പണമെന്ന് പറയുന്നത് തെറ്റല്ല, പക്ഷെങ്കിൽ പണത്തിൻ്റെ ഉപയോഗത്തിൻ്റെ പിന്നിൽ ചിലപ്പോൾ ചില അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. പണം നമ്മൾ അല്ലെങ്കിൽ ധനം, ലോകപ്രകാരമുള്ള ധനമോ പണമോ പ്രശസ്തിയോ ഒക്കെ കടന്നു വരുമ്പോൾ ചില അപകടങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ഈ അപകടങ്ങൾ എന്തെല്ലാമാണ്? ഈ അപകടങ്ങളാണ് ഒരു പക്ഷെങ്കിൽ ക്രിസ്തു ഇതിനെ അനീതിയുള്ള മാമോൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. പണം കൊണ്ട് സ്നേഹിതനെ ഉണ്ടാക്കി ആ ഭൃത്യൻ, പക്ഷെങ്കിൽ ആ ഭൃത്യൻ്റെ ആ നല്ലതിനെ ദൈവം അനുകരിക്കുമ്പോൾ തന്നെ അനീതിയുള്ള മാമോൻ എന്ന് ദൈവം ഈ പണത്തെ വിശേഷിപ്പിക്കുവാനുള്ളതായി 1-2 ആശയങ്ങൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പണത്തിൻ്റെ പിറകിലുള്ള ഒരു അപകടം ദൈവത്തിൻ്റെ ദാനമല്ല എന്ന് ചിന്തിക്കുവാനുള്ളൊരു പ്രലോഭനമുണ്ടാകും എന്നുള്ളതാണ്. പണം ദൈവം നൽകിയതാണ് എന്നുള്ള ചിന്ത മാറി കുറേ കഴിയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ദാനമല്ല എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. ഇതിന് ദൈവം പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-18 വാക്യത്തിൽ തൻ്റെ മക്കളോട് മോശ മുഖാന്തരം പറയുന്ന ഒരു ചിന്തയുണ്ട്. ആ ചിന്ത ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമായ യഹോവയെ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളുവീൻ. മോശ തൻ്റെ ജനത്തെ ഉപദേശിക്കുകയാണ്. പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമായ യഹോവയെ നീ മറന്ന് എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും സൂക്ഷിച്ചു കൊള്ളണം. നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത് തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകിയത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യം. ഇവിടെ മോശ തൻ്റെ ജനത്തെ ഉപദേശിക്കുന്നത് എന്താണ്? ദൈവം നിങ്ങൾക്ക് പണം നൽകി, ധനം നൽകി എന്നുള്ളത് മറന്നു പോകരുത്. പക്ഷെങ്കിൽ അങ്ങനെ ദൈവത്തെ ത്യജിക്കുവാൻ ഇടയാകാതിരിക്കണം എന്ന് മോശ ജനത്തെ ഉത്ബോധിപ്പിക്കുന്നു. ഇത് പണത്തിൻ്റെ ഒരു വലിയ അപകടമാണ്. പണം കൂടുന്തോറും അല്ലെങ്കിൽ പണം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും തോറും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റേതാണ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ ഞാനെന്ന വാക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്ന സാത്താനാണ്. അതുകൊണ്ടല്ല കർത്താവിനെ മലമേൽ കൊണ്ട് നിർത്തിട്ട് പറഞ്ഞത് ഇതൊക്കെ എൻ്റെയാണ്, എന്നെ നമസ്കരിച്ചാൽ ഇത് ഞാൻ നിങ്ങൾക്ക് തരാം, ഇത് ഞാൻ നിനക്ക് തരാം എന്ന് സാത്താൻ പറഞ്ഞത്. സാത്താൻ്റെ പ്രലോഭനമാണ് ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാനാണ് എന്നുള്ള പ്രയോഗം. ഈ ഒരു ചിന്തയിലേക്ക്, അപകടത്തിലേക്ക് ധനവിനിയോഗം നമ്മളെ കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുണ്ട്. ഈ അപകടം നമ്മൾ മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഈ അപകടം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഞാനെന്ന ഭാവം ഉണ്ടാകുവാൻ ഇടയാകും. അതുകൊണ്ട് സാധാരണ പറയാറുണ്ടല്ലോ, ഐ എന്ന് പറയുന്ന വാക്കിൻ്റെ നടുവിൽ ഒരു തള്ളു കൊടുത്താൽ അത് യു ആയി മാറും. ഞാനല്ല, നീ എന്ന അർത്ഥത്തിലേക്ക് വരണം. ഞങ്ങൾ എന്ന വാക്ക് അവിടെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പണം ഉപയോഗിക്കുന്ന തെറ്റ്, പണത്തിൻ്റെ വിനിയോഗത്തിൽ ഉണ്ടായി വരുന്ന ഒരു വലിയ തെറ്റാണ് എന്ത്? പണം ദൈവത്തിൻ്റെതാണ് എന്നുള്ളത് മറന്ന് ഇത് എൻ്റേതാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊരവസ്ഥയിലേക്ക് എത്തുവാനുള്ള ഒരു അപകടം ഇതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾ സത്യമായി നിങ്ങളെ ഭരമേൽപ്പിക്കും. അതുകൊണ്ട് ഈ ഒരു അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ദൈവം നൽകുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. എനിക്ക് എന്ത് നൽകിയാലും ദൈവം നൽകിയതാണ് എന്നറിയണം എന്ന് ദൈവം നമ്മളോട് പറയുക. രണ്ടാമതായി, ഈ പണത്തിൻ്റെ വിനിയോഗത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന ഇതിൻ്റെ ചിന്തയിൽ ഉണ്ടാകുന്ന ഒരു അപകടം, രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് സമ്പത്തിൽ അമിതമായി ആശ്രയിക്കുക. നമുക്കറിയാമല്ലോ, പണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. പക്ഷെങ്കിൽ പണത്തിനെക്കുറിച്ചുള്ള ആകുലത ഉണ്ടാകുമ്പോൾ ബന്ധങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തും. അത് മാത്രമാണ് ആശ്രയം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഒരു സാധ്യതയുണ്ട് എന്നോർക്കണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ തൻ്റെ 52-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തെ തന്നെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ഒരു മനുഷ്യനെ നോക്കി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തെ തന്നെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും. ഇങ്ങനെ സാക്ഷിക്കുവാൻ, ഇങ്ങനെ ഒരാളെക്കുറിച്ച്, എന്നെക്കുറിച്ച് പറയുവാൻ ഇടയാകരുത് എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. ദൈവം നമ്മളെക്കുറിച്ച് പറയരുത്. എന്താണ്? തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ മാത്രം ആശ്രയിച്ചൊരു മനുഷ്യൻ അതാ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ
നമ്മളെക്കുറിച്ച് പറയുവാൻ ഇടയാകുന്നത്. രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് പലപ്പോഴും അമിതമായ സമ്പത്തിൽ ആശ്രയിക്കുവാൻ മനുഷ്യനിടയാകും. ഈ ഒരു പ്രവണത ഇതിൻ്റെ അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നത് ധനവാനും ലാസറിനും കഥയിൽ യേശു പറയുന്ന സത്യവും ഇതാണ്. ധനവാൻ പണത്തിൽ തൻ്റെ സ്വന്തത്തിൽ ആശ്രയിച്ചു. അവിടെ പറയുന്നത് അവൻ സുഖിച്ച് പുളച്ച് പറയുന്നത് വേർമേറിയ വസ്ത്രവും ധരിച്ച് ഭക്ഷണം കഴിക്കുന്ന മിച്ചമാക്കി, അങ്ങനെ പണത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ആശ്രയിച്ച് പണത്തിൽ മാത്രം ആശ്രയിക്കുന്ന മനുഷ്യൻ. അവിടെ ഉണ്ടായിരുന്ന ലാസറിനെ കുറിച്ച് പറയുന്നത് എന്നായിരുന്നു, അവൻ അതിൽ നിന്ന് കീഴിൽ നുറുക്ക് മാത്രം ഭക്ഷിച്ച് ശരീരം മുഴുവൻ വ്രണമുള്ളവനായി നായ്ക്കൾ നക്കുന്നൊരു മനുഷ്യൻ. അവനെ കാണുവാൻ പക്ഷെങ്കിൽ ധനവാന് സാധ്യമാകാതെ പോയി എന്നുള്ളത് കാരണമെന്നാ, അവൻ്റെ ധനത്തിലുള്ളവനെ ബന്ധമായ ആശ്രയമാകാം. ഈ ഒരു ചിന്ത കർത്താവ് ഉമയിൽ കൂടി നൽകുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. അതുകൊണ്ട് ദൈവത്തെക്കാൾ അമിതമായി നമ്മളൊന്നിനെയും ആശ്രയിക്കരുത്. നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാനായ ലോകം കീഴടക്കിയ ചക്രവർത്തിയാണ്. അദ്ദേഹം ലോകത്തെ മുഴുവൻ കീഴടക്കി. പക്ഷെങ്കിൽ പറയുന്നത് അതിസാരം പിടിച്ച് ചെറിയ രോഗം വന്ന് അദ്ദേഹം മരിച്ചുപോയി. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് ലോകത്തിന് മുഴുവൻ അറിയാം. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ ശവപ്പെട്ടിയുടെ പുറത്ത് 2 കൈകളും പുറത്തേക്ക് ഇടണം. കാരണം എന്നാ, ഞാൻ ഈ ലോകത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഈ ഒരു ചിന്ത നമ്മൾ ഓർക്കണം. ലോകത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ലോകത്തിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെങ്കിൽ നമ്മൾ ചെയ്യുന്ന നന്മകളും നമ്മൾ ചെയ്യുന്ന നല്ല നല്ല ചിന്തകളും ലോകത്തിൽ അവശേഷിപ്പിക്കുവാൻ ദൈവത്തിന് നൽകുവാൻ കഴിയും. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത്, ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് അല്ല, ഏറ്റവും മഹാനായ അലക്സാണ്ടർ അല്ല, പിന്നെയോ ശ്രീബുദ്ധനാണ്. ടാഗോർ പറഞ്ഞ ചിന്തയാണ്, ലോകത്തെ സ്വാധീനിച്ചത് അലക്സാണ്ടർ അല്ല, മറിച്ച് ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധനാരാണ്? ഒരു സാധാരണ മനുഷ്യനായി കടന്നു വന്ന, ലോകത്തെ മുഴുവൻ ത്യജിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച മനുഷ്യൻ. അവനാണ് ലോകത്തെ സ്വാധീനിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ ധനവിനിയോഗത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് സമ്പത്തിൽ അമിതമായി ആശ്രയിക്കുവാനുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. മൂന്നാമതായി, ധനത്തിൻ്റെ വിനിയോഗത്തിന് ഓർക്കേണ്ട ഒരു തെറ്റായ ചിന്ത വരാൻ സാധ്യതയുള്ളത്, പണത്തിൻ്റെ മൂന്നാമത്തെ ഒരു കുറവ് എന്ന് പറയുന്നത്, പണത്തിന് വിനിയോഗത്തിൽ ഉണ്ടാകുന്ന മൂന്നാമത്തെ ഒരു അപകടം, അത് സ്വർഗരാജ്യ പ്രവേശനം ദുഷ്കരമാക്കുന്നു എന്നുള്ളതാണ്. ദൈവരാജ്യ പ്രവേശനം ദുഷ്കരമാക്കുന്നു. യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 23-ാം വാക്യം, വിശുദ്ധ മർക്കോസ് 10:23 പറയുന്നു, യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവൻ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നതാകുന്നു എളുപ്പം. ആരെ നോക്കിയാ പറയുന്നത്? തൻ്റെ വലിയ സമ്പത്തായ മനുഷ്യൻ എന്ന കർത്താവിനെ പറയുകയാണ്, നിത്യവിനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ നോക്കി പറയുന്നു, കൊള്ളാം, നിനക്ക് എല്ലാം പൂർണ്ണമാണ്, പക്ഷെ നിനക്കൊരു കുറവുണ്ട്, അമിതമായ പണത്തോടുള്ള നിൻ്റെ ആശ്രയമാണ് നിൻ്റെ കുറവ്. അതുകൊണ്ട് ചെയ്യണം, നീ അത് വിറ്റ് ദരിദ്രർക്കൊള്ളു. പറയുന്നത് തന്നെയാണ്, അവൻ ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. അവരെ നോക്കിയിട്ട് കർത്താവ് പറയുകയാണ്, ചുറ്റും പറയുകയാണ്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിൽ കൂടി കടക്കുന്നത് എളുപ്പം. ഈ ഒട്ടകത്തിൻ്റെ സൂചിക്കുഴ എന്ന് പറയുന്നത് യെരൂശലേമിൽ അല്ലെങ്കിൽ പലസ്തീനിലുള്ള പ്രദേശമാണ്, ഇടുങ്ങിയൊരു പ്രദേശം, ഒട്ടകം കടന്നു പോകാൻ പ്രയാസമാണ്. അതുവഴി ഒട്ടകം എങ്ങനെ കടക്കാൻ പ്രയാസമാണ്, കഴിയില്ല. ആ സൂചിക്കുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടി ഒരു ഒട്ടകവും കടക്കുന്നുവെങ്കിൽ ദൈവരാജ്യത്തിൽ ധനവാൻ പ്രവേശിക്കും എന്ന കർത്താവ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഞാൻ പറയാനുള്ള കാരണം ഇതാണ്, ധനത്തിൻ്റെ വിനിയോഗത്തിൽ ഉണ്ടാകുന്ന ഒരു അപകടം എന്ന് പറയുന്നത് സ്വർഗരാജ്യ പ്രവേശനം ദുഷ്കരമാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ധനത്തിൻ്റെ ഭൂമിയിലുള്ള വിനിയോഗം എങ്ങനെയാണ് എന്നുള്ളത് അറിയണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സമ്പത്തിൽ മയങ്ങിപ്പോകും, ദൈവത്തെ മറന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ അറിയണം, നമുക്ക് മറ്റുള്ളവരെ കരുതണം, നമ്മുടെ പണം മറ്റുള്ളവർക്ക് വിനിയോഗിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുവാകണം. അതുകൊണ്ട് മൂന്നാമത്തെ അപകടം എന്ന് പറയുന്നത് ദൈവരാജ്യ പ്രവേശനം ദുഷ്കരമാക്കുന്നു. നാലാമതായിട്ട് ഒരു അപകടം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, സമ്പത്ത് ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാകുമ്പോൾ ഈശ്വരൻ അപ്രസക്തമായി മാറും. സമ്പത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായി മാറുമ്പോൾ ദൈവം അപ്രസക്തമായി മാറും. പിന്നെ നമുക്ക് പണത്തോടായിരിക്കും ഏറ്റവും ആഗ്രഹം. ദൈവത്തെ നമുക്കറിയാമല്ലോ, പള്ളിയിൽ പോകണം, ഞായറാഴ്ചയാണ്, ദേവാലയ ആരാധനയ്ക്ക് പോകണം, അപ്പോഴാണ് ബിസിനസ്സിനെ കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ ദേവാലയത്തിന് പ്രാധാന്യമോ ബിസിനസ്സിന് പ്രാധാന്യമോ? ബിസിനസ് പ്രാധാന്യത്തിലേക്ക് പോകും. പ്രിയമുള്ളവരെ, അത് ഒരു വലിയൊരു പരാജയമാണ്. പണവിനിയോഗത്തിനുണ്ടാകുന്ന മറ്റൊരു പരാജയം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരവും ദൈവത്തെ പിന്നിലുള്ള ആലയവും ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും നമ്മുടെ ജീവിതത്തിൽ
പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് മറന്നു പോകരുത്. പലപ്പോഴും കണ്ടുവരുന്നത് അങ്ങനെയാണ്. പണമുള്ളപ്പോൾ അല്ലെങ്കിൽ പണത്തിൻ്റെ ചില ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകും. ആ ഒരു ചിന്ത പണത്തിൻ്റെ വിനിയോഗത്തിൽ ആർജവത്തിൽ നമ്മൾ ഉണ്ടായി വരുന്നൊരു ഒരു ഒരു തെറ്റായ പ്രവണതയാണ്. ദൈവത്തെക്കാൾ ഉപരിയായി മറ്റുള്ളതിന് പ്രാധാന്യം കൊടുക്കുക. കർത്താവ് പറഞ്ഞല്ലോ, ദൈവത്തെക്കാൾ ഉപരിയായി നിങ്ങൾ മാമോന് പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ധനവാനായ മനുഷ്യ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 16 മുതൽ 21 വരെ പറയുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16, 12, 16 മുതൽ 21 വരെ പറയുന്നത് ധനവാൻ ഉപമ എന്നാ പറയുന്നത്? ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അവൻ സകലവും ഒരുക്കി വെച്ച് പറയുന്നു, മറ്റാരും കൊടുക്കുന്നില്ല. ദൈവനെല്ലാം കൊടുത്തു, പക്ഷെ ദൈവത്തെ മറന്ന് പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവന് മനസ്സിൽ അതേ ഉള്ളൂ. അവൻ്റെ പണം എന്തിനാണ്? തിന്നുകയും കുടിക്കുവാനും ആനന്ദിക്കുവാനും. പക്ഷെ അവിടെ എന്ത് ചെയ്തു? ദൈവത്തെ മറന്നു. അതുകൊണ്ട് പറയുന്നത്, മൂഢ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ വിളിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രിയമുള്ളവരെ, ദൈവത്തേക്കാൾ ഉപരിയായി മറ്റെന്തിന് സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ നമ്മൾ ഓർക്കുക, ദൈവം നമ്മളിൽ നിന്നും പതുക്കെ അകലുവാൻ തുടങ്ങും. അതുകൊണ്ട് പണത്തിൻ്റെ വിനിയോഗത്തിൽ നമുക്ക് വന്നു പോകാവുന്നൊരു വീഴ്ചയാണ്, പണത്തിൻ്റെ പ്രാധാന്യം കൂടുമ്പോൾ ദൈവം നമുക്ക് അപ്രസക്തമായി മാറും. പ്രിയമുള്ളവരെ, ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചത്, പണം ദൈവത്തിൻ്റെ ദാനമാകുന്നു. പണത്തിൻ്റെ വിനിയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പണത്തിൻ്റെ വിനിയോഗം എങ്ങനെയായിരിക്കണം, പണത്തിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. അനീതിയുള്ള മാമോനിൽ നിങ്ങൾ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായി നിങ്ങളെ ആർ ഫലമേൽപ്പിക്കും. അതുകൊണ്ട് ഈ പണത്തിൻ്റെ വിനിയോഗത്തിൽ വരാവുന്ന ഒരു 4 കുറവുകൾ, പരാജയങ്ങൾ, തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാട്ടുകയാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, ദൈവത്തിൻ്റെ ദാനമല്ല. പണം എനിക്ക് നൽകിയ ദൈവത്തിൻ്റെ ദാനമല്ല, അതെൻ്റെ കഴിവാകുന്നു അല്ലെങ്കിൽ എന്ന് ചിന്തിക്കാനുള്ളൊരു ചിന്ത മനസ്സിനുണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായി, സമ്പത്തിൽ അമിതമായി ആശ്രയിക്കുന്ന ഒരു ചിന്ത ഉണ്ടാകാം. മൂന്നാമതായി ഞാൻ പറഞ്ഞത്, സ്വർഗരാജ്യപ്രവേശനം ദുഷ്കരമാക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ നമുക്ക് പലപ്പോഴും അടഞ്ഞു പോകുന്നു. നാലാമതായിട്ട്, ദൈവത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും. പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും. ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. പണം ദൈവം നൽകുന്ന ദാനമാകുന്നുവെങ്കിൽ, അല്പത്തിൽ വിശ്വസമായെങ്കിൽ നിങ്ങളെ അധികത്തിൽ ദൈവം ഫലമേൽപ്പിക്കും. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരുന്ന താലന്ത് എന്താണെന്ന് മനസ്സിലാക്കി ആ താലന്ത് ഭംഗിയായി വിനിയോഗിച്ച് ദൈവം മുമ്പ് കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കുമ്പോൾ ദൈവം പറയണം, ഉത്തമനും നല്ലവനുമായ ദാസ, ലോകാരംഭങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സന്തോഷം അനുഭവിച്ചു കൊള്ളുവീൻ എന്ന് പറയുന്ന സന്തോഷം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയാകണമെങ്കിൽ ലോകജീവിതത്തിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളും കഴിവുകളും പണവും പ്രതാപവും ചിന്തകളും ഒക്കെ ദൈവത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കണം. ദൈവം നൽകുന്നല്ല ജീവിതത്തിൽ ഒന്നുമില്ല. ദൈവത്തിന് പ്രാധാന്യം നൽകുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തിൻ്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകി ജീവിക്കുവാൻ കഴിയുമ്പോഴാണ് ഒരു നല്ല ക്രിസ്ത്യാനിയായി, ഒരു നല്ല മനുഷ്യനായി മാറുവാൻ കഴിയുന്നത്. അപ്രകാരമുള്ള ഒരു നല്ല മനുഷ്യനായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ധനമാകട്ടെ, പണമാകട്ടെ, എന്താകട്ടെ, അത് ഭംഗിയായി വിനിയോഗിക്കുവാൻ കഴിയുന്ന നല്ല കാര്യശേഷിയുള്ള, നല്ല കാര്യപ്രാപ്തിയുള്ളവരായി മാറുവാൻ നമുക്ക് ഇടയാകണം. അതിൻ്റെ കർത്താവിന് കൂടുതൽ അടുക്കുകയല്ല, ധനത്തേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധനത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഈ തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ, ചിന്തകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നല്ല സാക്ഷ്യമുള്ളവരായി, ദൈവവിധ താലന്ത് ഭംഗിയായി വിനിയോഗിക്കുന്നവരായി ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.